ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആഹാരമൊക്കെ വിളമ്പി വെച്ച് ഒരു കൂട്ടുകാരന് നമ്മുടെ രേവതി ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ലാസ്റ്റ് സച്ചി പിടിച്ചു വെച്ച മറ്റേ കൂട്ടുകാരനും കൂടെ വിടടാ, എടാ എന്റെ കൺട്രോള് പോകുന്നടാ എന്നും പറഞ്ഞ് വന്ന് ആഹാരം കഴിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് നമ്മുടെ സച്ചി അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നു. സച്ചിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്, കഴിക്കാനും പറ്റുന്നില്ല. ആ ഒരവസ്ഥ. അങ്ങനെ മറ്റേ കൂട്ടുകാരനും കൂടെ വന്നിരുന്ന് കഴിച്ചിട്ട് പറഞ്ഞു, ദേ എന്ത് ടേസ്റ്റാടാ, ദേ നാണോ മാനൊന്നും നോക്കി നിക്കണ്ട കേട്ടോ, വിശപ്പടങ്ങണമെങ്കിൽ വന്ന് ആഹാരം കഴിക്കണം. സൂപ്പറാടാ സൂപ്പർ, നീ വാടാ വന്ന് കഴിക്കടാ. ദേ നീ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? നിനക്ക് നഷ്ടമാ, വെറും നഷ്ടം മാത്രമാ നിനക്കിപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വന്ന് കഴിക്ക്. നെയ്മീൻ ഫ്രൈക്ക് എന്താ ഒരു ടേസ്റ്റ്, മീൻ കറിക്ക് അതിലും നല്ല ടേസ്റ്റ്, വാവ് എന്താ സ്വാദ് എന്നൊക്കെ പറഞ്ഞ് അവന്മാരിങ്ങനെ കഴിക്കുകയാണ്. ഇത് കഴിക്കണമെന്നുകൊണ്ട് കഴിക്കാതിരിക്കാൻ പറ്റുന്നുമില്ല നമ്മുടെ സച്ചിക്ക്. അങ്ങനെ സച്ചി പറഞ്ഞു, എടാ നാണമില്ലല്ലോടാ നിങ്ങൾക്ക്, നിങ്ങൾ കേറ്റുന്നതിന് ഒരു കുഴപ്പമില്ല. എടാ നന്ദി വേണോടാ നന്ദി. എടാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നന്ദി ഒന്ന് കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. രേവതിക്ക് മികച്ച പാചകക്കാരിക്കുള്ള വള കൊടുക്കണം. പിന്നെ വളയല്ല നമുക്ക് കൊടുക്കേണ്ടത്, അവളുടെ ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണമാ കൊടുക്കേണ്ടത്. എടാ ഇങ്ങനെ ഒരു ഭാര്യനെ കിട്ടിയ നീ ഭാഗ്യവാനാടാ, ഭാഗ്യവാന്. എന്താ ടേസ്റ്റ് ഭക്ഷണത്തിനൊക്കെ. നിനക്കേ യോഗമില്ല. പൊന്നു പോലത്തെ ഒരു പെണ്ണ് നിനക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പം അവൻ അഹങ്കാരം. എന്തൊരു സ്നേഹമാണ് രേവതിക്ക് നിന്നോടുള്ളത്. അതിന്റെ ഒരു കുറച്ചെങ്കിലും നീ കാണിക്കേണ്ട തിരിച്ച്. നിനക്ക് സ്നേഹമില്ലായിരിക്കും, പക്ഷെ ഇതിന്റെ പേരിൽ നീ വഴക്കൊന്നും ഉണ്ടാക്കിയേക്കല്ലോ കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, തിന്നാൻ തന്നതിന്റെ സൂക്കടല്ലടാ നിനക്ക്, തിന്നാൻ തന്നതിന്റെ ആ ഒരു ഇതല്ല നീ കാണിക്കുന്നത്. എനിക്കറിയാം, അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കയറ്റിയിട്ടേ അവളെ തന്നെ പുകഴ്ത്തണം, അങ്ങനെയാ വേണ്ടത്, അതെനിക്കറിയാം. പിന്നെ നിങ്ങൾ കൂടുതൽ സ്വാദൊന്നും എന്നോട് പറയൊന്നും വേണ്ട, ഞാൻ ദിവസവും കഴിക്കുന്നല്ലേ, എനിക്കറിയാം അതിന്റെ സ്വാദം ഉണ്ടെന്ന്. പിന്നെ നിങ്ങളെ പോലെ നാണം കെട്ടവനല്ല ഞാന്, അതുകൊണ്ടേ എനിക്ക് അവളുടെ ഒരു കോപ്പും വേണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കൂട്ടുകാരോട് പറഞ്ഞു, അതെ നിങ്ങളുടെ സുഹൃത്തിനെ ആഹാരം സമയാസമയം കഴിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കണം. സമയാസമയം ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ ഉണ്ടല്ലോ മദ്യപാനം, വരുന്നുണ്ടല്ലോ 4 കാലില്ല രാത്രി. ദേഷ്യം വന്നാല് എന്നെ വഴക്ക് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാം, പക്ഷെ അദ്ദേഹത്തിനോട് കുടിക്കരുത് എന്ന് പറയണം. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, ദേ സച്ചി രേവതി പറയുന്നത് കേട്ടല്ലോ, ഇവളെന്റെ സഹോദരിയാ, അപ്പം നീ പറയുന്നത് കേൾക്കണം. പിന്നെ സഹോദരിയാണെങ്കിൽ അങ്ങ് കേട്ടാ മതി. മേടിച്ച് കഴിച്ചിട്ട് നന്ദി കാണിക്കുമല്ലേ, അതെനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ നന്ദി കാണിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, എടാ വേണമെങ്കിൽ വന്ന് കഴിക്കടാ, വേണ്ടാന്ന് പറഞ്ഞില്ലേ എനിക്ക്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, നിർബന്ധിക്കൊന്നും വേണ്ട, ഇദ്ദേഹത്തിനുണ്ടല്ലോ കൂടെ ഉള്ളവര് ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറു നിറയുന്നേ, അദ്ദേഹം അങ്ങനെ നല്ല മനസ്സുള്ള ഒരാളാ. പിന്നെ കുറച്ച് ആഹാരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ വന്ന് കഴിച്ചോ വിശക്കുമ്പം. കണ്ടോ എല്ലാത്തിൽ നിന്നും എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ വന്ന് കഴിക്കാം, വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഇനിയിപ്പം വിശക്കുമ്പോ അദ്ദേഹത്തിനോട് ഇതെടുത്ത് കഴിക്കാൻ പറഞ്ഞേക്കണം കേട്ടോ, കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അത് നിങ്ങൾക്ക് കഴിക്കാം. എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല മതിയല്ലോ, നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇനി ഞാൻ വിളമ്പി തരണ്ടല്ലോ. വേണ്ട പെങ്ങളെ, ഞങ്ങൾ വിളമ്പി കഴിച്ചോളാം, പെങ്ങള് പൊക്കോ, പെങ്ങൾക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയില്ലേ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടു തരണം കേട്ടോ, ഇത്ര ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാ. ഏതായാലും പെങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. എങ്കിൽ പിന്നെ ഞാനങ്ങ് വരട്ടെ ചേട്ടന്മാരെ. പൊക്കോ രേവതി, ധൈര്യമായിട്ട് പൊക്കോ. ഇവനെ പറഞ്ഞിട്ടില്ല, ഇവന് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂട്ടുകാരിൽ വേറൊരാൾ പറഞ്ഞു, പെങ്ങളെ സൂക്ഷിച്ചു പോണം കേട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് കലി വന്നേ. അപ്പൊ സച്ചി പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂറ് ആഹാരം തന്നതിനെ കാണിച്ചോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിൽക്കുന്നു, രേവതി പോകാൻ തുടങ്ങുന്നു. അപ്പൊ രേവതി പറഞ്ഞു, വൈകിട്ട് വരുമ്പോ ഈ പാത്രങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കി ഒന്ന് കളിയാക്കിയിട്ടാട്ടോ രേവതി പോയത്. ഈ സമയത്ത് രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരന്മാര്, എടാ നിനക്ക് വേണ്ടല്ലോ ഇത് ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. മാറ്റി വെച്ച ഭക്ഷണം. ഇത് കേട്ട് സച്ചി ഓടി വന്നിട്ട്, എന്റെ ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിക്കുന്നോടാ, മാറിയിടാ അങ്ങോട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിനോട് മാത്രം ദേഷ്യവും സങ്കടവും വാശിയൊന്നും കാണിക്കരുത്, ഭക്ഷണം കളയാൻ പാടില്ലെന്ന്.
അതുകൊണ്ടാ ഞാൻ ഇത് കഴിക്കുന്നത്. അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഓ ഓ ഓ ഓ കഴിക്കുക. അതെ സച്ചി, നീ കഴിച്ചോ, നീ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട കേട്ടോ. എടാ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന അവളെ ഉണ്ടല്ലോടാ മാലയിട്ട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, അതിന് യാതൊരു വ്യത്യാസവും ഇല്ല. നിനക്ക് കിട്ടിയ മാണിക്യത്തെയാടാ നീ ഇപ്പൊ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ദബുദ്ധി, നിന്നെ വെറും മന്ദബുദ്ധി എന്നല്ലാതെ എന്താടാ വിളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിന്നോണം, അല്ലാതെ എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട. എനിക്ക് വിശക്കുക, ഞാൻ കഴിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കരിമീൻ ഫ്രൈ അല്ല നെയ്മീൻ ഫ്രൈയും അതുപോലെ എല്ലാം എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ കൂട്ടുകാരൻ പറഞ്ഞു, ഈ മാറ്റി വെച്ചിരിക്കുന്ന നെയ്മീൻ ഫ്രൈ അത് ഞാൻ എടുത്തോട്ടെ. വേണ്ട, ആവശ്യത്തിന് കയറ്റിയില്ലേ, അത് മതി, ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സച്ചി ആ നെയ്മീൻ ഫ്രൈ എടുത്ത് കഴിച്ചിട്ട്, വാവ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇവന്മാര് വെറുതെ അല്ല ഇതെല്ലാം കണ്ടപ്പോഴേ ആക്രാന്തം മൂത്ത് വന്ന് തിന്നത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്ക് ഇതറിയുമ്പോൾ സന്തോഷമാകും, അത് വേറെ കാര്യം. പിന്നെ കാണിക്കുന്ന ചന്ദ്രനെയാണ് കേട്ടോ. ചന്ദ്ര സുധീനെ വലിച്ചുകൊണ്ട് പെരക്കകത്തേക്ക് ഓടുക. അപ്പൊ സുധി ചോദിച്ചു, അമ്മേ കാശ് വല്ലതും തടഞ്ഞോ? ഇതേ 25,000 രൂപയുണ്ട്, ഞാൻ ഭാമയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചതാ, ദീപാവലിക്ക് ബോണസ് കിട്ടിയതാന്ന് പറഞ്ഞ് ശ്രുതിക്ക് കൊടുക്കുക. 25,000 രൂപയോ? അമ്മേ എന്തായാലും അമ്മ കടം മേടിച്ചു, എനിക്ക് പിന്നെ ഒരു 50,000 രൂപ അങ്ങ് മേടിക്കത്തില്ലായിരുന്നോ? ഓ നിന്റെ ഒരു കാര്യം, ഇത് തന്നെ എനിക്ക് എങ്ങനെയാ കിട്ടുകയെന്ന് അറിയില്ല, അവളുടെ കയ്യിൽ ഇത്ര ഉള്ളൂ. ഇതെങ്കിൽ ഇന്ന് ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു അമ്മേ, എന്റെ ചക്കര അമ്മയല്ലേ. അതെ നീ ഒരു കാര്യം ഓർത്തോണം, എന്നും ഇതുപോലെ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇങ്ങനെ ഭാര്യയ്ക്ക് കൊടുക്കാന്ന് ചിന്തിക്കരുത് നീ. എടാ നിന്നെപ്പോലെ ഒരു മുതുക്കൻ എന്തിനാടാ ഞാൻ എപ്പോഴും പൈസ തരുന്നത്? നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, ബോധമുണ്ട്, നിനക്കൊരു കാര്യം ചെയ്യത്തില്ലേ? നീ എങ്ങനെയെങ്കിലും പെട്ടെന്നൊരു ജോലി സംഘടിപ്പിക്കാൻ നോക്കുമോനെ. അന്വേഷിക്കുന്നുണ്ടമ്മേ, ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. എടാ നീ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കണ്ട, കിട്ടുന്ന ജോലി ചെയ്യ. നിനക്ക് ജോലി ഇല്ലെന്ന് സച്ചി എങ്ങനെ പറഞ്ഞ അതോടുകൂടി തീർന്നു. പിന്നെ ചെവിയിൽ പഞ്ഞിയും വെച്ചോണ്ട് നടക്കേണ്ടി വരും, പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവൻ അതുപോലെ പറയും. അമ്മയൊന്നും മനസ്സിലാക്കാം. ശ്രുതിനെ നീ പറ്റിക്കാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് നീ ആലോചിച്ച് നോക്കടാ. അയ്യോ വേണ്ടമ്മ, എനിക്ക് ആലോചിക്കാൻ വയ്യ. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുതേ, അതോ ഗതിയായി പോകും. അതാ പറഞ്ഞത്, എത്രയും വേഗം നീ ഒരു ജോലിക്ക് കയറണം. അതെന്ത് ജോലിയാണെങ്കിലും ശരി, അത് നീ കേറിയേ പറ്റൂ. എടാ ശ്രുതിയുടെ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വത്ത് വകകളൊക്കെ ശ്രുതിയുടെ പേരിൽ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. അത് നിന്റെ കയ്യിലെത്താൻ അധികം നാളൊന്നും വേണ്ട. അത് നീ ഓർത്തോണം. നിന്റെ കള്ളത്തരം അറിഞ്ഞു കഴിഞ്ഞാലേ അവളുടെ പാട്ടിനങ്ങ് പോകും, പിന്നെ നിനക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടത്തില്ല. അമ്മേ ഇങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കാതെ. അതും കൊണ്ടാ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടുപിടിക്കാന്. യു ആർ കറക്റ്റ് അമ്മേ, യു ആർ കറക്റ്റ്. നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ മനസ്സിൽ പറയാ, എന്റെ ഈശ്വര ഈ ജോലിയൊക്കെ കണ്ടുപിടിച്ച് ആരാണോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത്. അപ്പൊ ചന്ദ്ര വെളിയിൽ നിന്നിട്ട്, എന്റെ ഈശ്വരന്മാരെ ഇവന് പെട്ടെന്നൊരു ജോലി കിട്ടണേ, ഇല്ലെങ്കിൽ ആ സച്ചി എങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാല് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതേ സമയം നമ്മുടെ ശ്രുതി തുണിയൊക്കെ മടക്കി വെക്കുകയാണ്. ഈ സമയത്താണ് ശ്രുതി അകത്തേക്ക് കയറി ചെല്ലുന്നത്. ശ്രുതി അകത്തേക്ക് പതിയെ കയറി ചെന്നിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ. പുറകിൽ നിന്ന് ചെന്നിട്ട് ശ്രുതി എന്ന് വിളിച്ച് പേടിപ്പിച്ചു. അപ്പൊ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. നീ പേടിച്ചു പോയടി? പിന്നെ പുറകിലൂടെ വന്ന് പിടിച്ചിട്ടുണ്ട്, പേടിക്കത്തില്ലേ? അച്ചോടാ, എങ്കിൽ പിന്നെ ആ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ക്യാഷ് അങ്ങ് പിടിച്ചേ. എന്താ ശ്രുതി ഇത്? ക്യാഷ് ഇപ്പൊ കിട്ടിയോ? ബോണസ് കിട്ടിയെന്നേ, 25,000 രൂപയുണ്ട്. 25,000 രൂപയോ? ATM-ന്ന് ചൂടോടുകൂടി ഞാൻ ക്യാഷ് എടുത്തിട്ട് വരുവാ തനിക്ക് വേണ്ടി. താനിത് പിടിക്ക്. തന്റെ മുഖത്ത് ഈ സന്തോഷം കണ്ടാ മതി എനിക്ക്. കണ്ടോ സുധി, ചോദിച്ചപ്പോ അവര് കാശ് തന്നില്ലേ? നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചോദിച്ചു മേടിക്കണം. മിണ്ടാതെ നിന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ മേടിക്കണ്ടേ? അതെ ചോദിച്ചു തന്നെ വാങ്ങണം. അല്ല അപ്പൊ ഇനി ഞാൻ വീണ്ടും ചോദിക്കണം എന്നാണോ പറയുന്നത്? ഇനിയിപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ വരാൻ വേണ്ടി ഇരിക്കുക. അപ്പം ആ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോ ബോണസ് ചോദിക്കണം. അപ്പൊ അതൊക്കെ നമ്മുടെ സുധി, എന്റെ ഈശ്വര ഇനി ഞാൻ കടം മേടിക്കേണ്ടി വരുമോ? അതെ സുധി ഇന്ന് നോക്കിയ സുധി ഇപ്പൊ കുറെ കാറ് സെയിൽ ചെയ്യുന്നില്ലേ, അതിനൊക്കെ ഇൻസെന്റീവ് ചോദിച്ചു മേടിക്കണം. ചോദിച്ചു മേടിക്കാം അല്ലേ? ഇങ്ങനെ പോയാൽ എന്റെ ജീവിതം കുളവാകും എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചു നിന്നപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, എന്താ ഈ പെരുവർക്കുന്നത്? എന്ത് പറ്റി ശ്രുതി? ഒന്നുമില്ല. ഏതായാലും ഞാനിന്ന് പോയിട്ട് വരാട്ടോ, ഞാനേ പോട്ടെ, ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. ശ്രുതി ആണെങ്കിൽ ആ 25,000 കിട്ടിയ സന്തോഷത്തില്, നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇനി എങ്ങനെ ജോലിക്ക് പോകും എന്നറിയില്ല. ആ ഒരു ഇതില് ജോലി കിട്ടുമോ എന്നും അറിയില്ല. ജോലി കിട്ടാനും
പാടാണ് നമ്മുടെ ശ്രുതിക്ക്. കാരണം ജോലി ചെയ്യുന്നവർക്കല്ലേ ജോലി കിട്ടത്തുള്ളൂ, കുഴിമണിയന്മാർക്ക് ജോലി കിട്ടില്ല, അത് വേറെ കാര്യം. ഏതായാലും വാതിലൊക്കെ ശ്രുതി പോയ ഉടനെ ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് നവീനെ വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി. ഫോൺ കോൾ വന്നതും നവീനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആഹാ, നമ്മുടെ ശ്രുതിയാ വിളിക്കുന്നത്. എടുക്കാതിരിക്കുവോ? പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തിട്ട് ആ പറ ശ്രുതി, എന്തുണ്ട് വിശേഷം? അത് പിന്നെ സോറി ശ്രുതി അല്ല, ആക്സിഡന്റിൽ തലയ്ക്ക് പരിക്ക് പറ്റിയതിനു ശേഷം ചില വിഷയങ്ങളെ പെട്ടെന്ന് അങ്ങ് മറന്നു പോവാ. ശ്രുതി അല്ലല്ലോ, കല്യാണി. പറയൂ കല്യാണി, എന്താ വിളിച്ചത്? അത് പിന്നെ ക്യാഷ് റെഡി ആയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയാ വിളിച്ചത്. ഓഹോ, ഇത്ര പെട്ടെന്ന് ക്യാഷ് റെഡിയാക്കിയോ? നീ റെഡിയാക്കിയ നീ പറഞ്ഞ 50 ലക്ഷം രൂപയില്ല, 50 ലക്ഷം അല്ല, സോറി, 50,000 രൂപയില്ല, 25,000 രൂപ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നിന്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം. ഇനി മേലില് എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ശല്യപ്പെടുത്താനോ? എന്റെ കല്യാണി, ഇപ്പൊ ഞാൻ നിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്താറുണ്ടോ? മുമ്പത്തെ പോലെ ഒരു വൃത്തികെട്ടവനല്ല ഞാന്. നിന്നോട് ക്യാഷ് അല്ലേ ചോദിച്ചോളൂ, അല്ലാതെ നിന്റെ ശരീരമോ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ അത് ചോദിച്ചേനെ. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യാം, 25,000 രൂപ നീ എന്റെ അക്കൗണ്ടിലേക്ക് ഇട. അത് തീരുമ്പോ ഞാൻ വിളിക്കാം. അത് തീർന്നു കഴിയുമ്പോ ബാക്കി 25,000 കൂടി നീ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പം ശ്രുതി ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കാണ് കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, എനിക്ക് ഈ പൈസ അല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ ഇല്ലായെങ്കില് നിന്റെ പുറകിലെ കഥകളൊക്കെ ഞാൻ വന്ന് അവിടെ എല്ലാവരോടും പറയും. അറിയാലോ നിന്റെ കഥ എന്താണെന്ന് നിനക്ക്. അത് പറഞ്ഞാൽ ആർക്കാണ് ഭവിഷ്യത്തെന്നും നിനക്കറിയാം. അപ്പം ഏതായാലും ശരി, നീ 25,000 രൂപ ഇട്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നവീൻ ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ ശ്രുതിക്ക് വീണ്ടും തലവേദന തന്നെയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ്. അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് ചന്ദ്ര ഇരിപ്പുണ്ട്. അപ്പം ചന്ദ്രയുടെ ആ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷേനെയും ശ്രീകാന്തിനെയും അകത്ത് കയറ്റണം. ആ കാര്യം നമ്മുടെ രവീന്ദ്രനോട് പറയണം. അപ്പം നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഓർക്കുക, ഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറൊന്നുമല്ല, കോടീശ്വരിയാണ്, ഇങ്ങോട്ടേക്ക് കയറ്റണം, ഇപ്പൊ കയറ്റിയില്ല കൈവിട്ട് പോകുന്നൊക്കെ. അങ്ങനെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, എങ്ങനെയെങ്കിലും രവിയേട്ടനോട് പറയണം, എന്നിട്ട് പിന്നെ സച്ചിയോട് പറയാന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് അച്ഛാ ഗുളിക കഴിക്കച്ചാ, ഗുളിക കഴിക്കാൻ സമയമായില്ല, ഈ പത്രം വായിച്ചോണ്ടിരുന്നാ മതിയോ എന്ന് പറഞ്ഞിട്ട് ഗുളിക എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. ചന്ദ്രയാണെ എങ്ങനെയെങ്കിലും ഒന്ന് വർഷനെ അതുപോലെ തന്നെ ശ്രീകാന്തിനെ അകത്ത് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഗുളികയൊക്കെ കഴിച്ചു. ഗുളിക കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വേണ്ട മോളെ, ഇപ്പൊ വേണ്ട, ഞാൻ ചോദിച്ചോളാം പിന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ കോൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അയ്യോ 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 എന്ന് വെച്ചപ്പോ പറഞ്ഞു, എന്താണ് നിനക്ക് പറ്റിയത്? അത് പിന്നെ അച്ചമ്മയാന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്നത്? അല്ല എങ്കിലും പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി അച്ഛാ. അതെ, അച്ഛമ്മയോട് നീ ഒന്നും പറയാൻ നിൽക്കരുത്. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും പറയില്ല, ഒരു ചെറിയ പനിയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോൾ എടുത്തിട്ട് അച്ഛമ്മയ്ക്ക് എന്തുണ്ട് അച്ഛമ്മ വിശേഷം? അത് പിന്നെ എനിക്ക് വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അല്ല രവീന്ദ്രൻ എന്തിയെ? രവീന്ദ്രന് ചെറിയൊരു പനിയാന്നൊക്കെ ഞാൻ അറിഞ്ഞു. പനിയൊന്നും ഇപ്പൊ ഇല്ലെന്നേ, പനിയൊക്കെ പോയി. ഞാനേ അച്ഛൻ്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ചോദിച്ചു, അല്ല നിന്നെ ചന്ദ്രൻ നന്നായിട്ട് നോക്കുന്നില്ലടാ മോനെ, അതുകൊണ്ടാണോടാ നിനക്ക് ഈ പനിയൊക്കെ വരുന്നത്? അവക്ക് അവളുടെ കാര്യം നോക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ അല്ലേ? റിട്ടയർഡ് ആയതിനു ശേഷം നിന്നെ അവള് ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവക്ക് പരദൂഷണം പറഞ്ഞോണ്ടങ്ങ് നടന്നാ മതിയല്ലോ. അത് പിന്നെ അമ്മേ അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് അമ്മ അച്ഛനെ നോക്കിയിട്ടുണ്ടോ അച്ഛമ്മേ? അതറിയാമോ? അതുകൊണ്ടാ ഇവിടെ വന്ന് നിൽക്കാനേ ഞാൻ രവീന്ദ്രനോട് പറയുന്നത്. ഇങ്ങ് പോരെ മോനെ, ഇവിടെ വന്ന് നിൽക്കുക. എനിക്കാണ് മനസ്സ് തീരെ ശരിയല്ല, ഉറക്കം പോലും കിട്ടുന്നില്ല. എന്റെ മോനെ ഒരു കാര്യം ചെയ്യ, ഇങ്ങോട്ടേക്ക് പോരെ. മോനെ രവി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ വല്ലാതെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് നിന്നെ കാണാൻ തോന്നുക. ഏതായാലും അടുത്തൊരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പൊ സച്ചു പറഞ്ഞു, അച്ഛമ്മേനെ കൂട്ടാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അയ്യോ സോറി അച്ഛൻ, ഞാൻ മറന്നുപോയി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അയ്യോ അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണ്ട, പനി മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പൊ മോന്റെ പനി മാറിയില്ലേ? പനി മാറി തുടങ്ങി, എങ്കിലും പകർച്ചവ്യാധിയാ, ഈ പനി പകരും, അതുകൊണ്ട് അമ്മ തൽക്കാലം ഇങ്ങോട്ടേക്ക് ഇപ്പൊ വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, ശരിയാ അച്ഛമ്മേ, അച്ഛൻ പറയുന്നത് ശരിയാ, ഇങ്ങോട്ടേക്ക് വരണ്ട, പനി പകരും. അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എങ്കിൽ പിന്നെ ദീപാവലി വരുമല്ലേ, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വാ. അത് പിന്നെ നോക്കാമേ, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ആദ്യത്തെ ദീപാവലി അല്ലേ, അപ്പം ഇങ്ങോട്ടേക്ക് പോരെ, നമുക്ക് ഇവിടെ ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം. അത് പിന്നെ ദീപാവലി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നാ പോരെ? ഇപ്പൊ അവർക്ക് തിരക്കും കാര്യങ്ങളൊക്കെയാ.
ആ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും മോനെ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ, നിന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ശ്രീകാന്തിനെ ഞാന് ഇവിടെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല സുന്ദരി പെണ്ണാ. പോരാഞ്ഞിട്ട് രേവതി മോളില്ലേ, രേവതി മോളുടെ സ്വഭാവം ആ പെണ്ണിന്. രേവതി മോളെ പോലെ ഏകദേശമൊക്കെ ഇരിക്കും, രേവതിയുടെ അതേ സ്വഭാവവും. ഇത് കേട്ടോണ്ടേ നമ്മുടെ രവീന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതേ ശ്രീകാന്തിനോട് ഈ കാര്യം പറയണം. നിങ്ങൾ വരുമ്പം അവനെയും കൊണ്ട് വേണം ഇങ്ങോട്ടേക്ക് വരാന്. നമുക്ക് പെണ്ണ് കാണാനൊന്ന് പോകാം. നമുക്ക് എല്ലാവർക്കും അവനെയും കൂട്ടി പെണ്ണ് കാണാൻ പോകുമ്പം അവനും സന്തോഷമാവും. പിന്നെ നമ്മുടെ റിലേറ്റീവ് തന്നെയാട്ടോ ഈ പെണ്ണ്. ഏതായാലും നല്ല കുട്ടിയെ, ഞാൻ പറഞ്ഞല്ലോ, രേവതിയുടെ അതേ സ്വഭാവം തന്നെ. നമ്മുടെ രേവതിനെ പോലെ തന്നെ തങ്ക പോലത്തെ പെണ്ണാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് രേവതി നിപ്പോണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ മുഖമൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് ചന്ദ്രയുടെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ശരിയമ്മേ, എങ്കിൽ പിന്നെ അവിടെ വരുമ്പോ കാണാം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അല്ല ചന്ദ്രയില്ലേ അവിടെ? അപ്പോഴത്തേക്ക് ചന്ദ്ര തൊട്ടടുത്ത് ഇരിപ്പുണ്ടല്ലോ. ചന്ദ്ര പറഞ്ഞു, അമ്മേ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നീ അവിടെ ഉണ്ടായിരുന്നോ? എല്ലാം കേട്ടോണ്ടിരിക്കുവായിരുന്നായിരിക്കും അല്ലേ? മനസ്സിലായി. ചന്ദ്രൻ, നീ നിന്റെ ശരീരം മാത്രം നോക്കിയാ പോരാ, എന്റെ മോന്റെയും കൂടെ ശരീരം നീ നോക്കണം. അവന്റെ ശരീരം പിന്നെ ആര് നോക്കാനാ? പറഞ്ഞല്ലോ, അവനെ ആട്ടുസൂപ്പ് ഒരു ആട്ടുംകാല് മേടിച്ചിട്ട് ആട്ടുസൂപ്പ് വെച്ച് കൊടുക്ക്, അത് ശരീരത്തിന് നല്ലതാ. ശരിയമ്മേ, ഞാൻ അങ്ങനെ ചെയ്യാമേ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ അച്ചമ്മ ഫോൺ വെച്ചു കേട്ടോ. ഫോൺ വെച്ച ഉടനെ ചന്ദ്ര പറഞ്ഞു, തങ്കം പോലത്തെ മരുമകള്, ഇവള് ചെയ്ത വീരകൃത്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയോട് പറയത്തില്ലായിരുന്നു? അപ്പം അവർക്ക് മനസ്സിലാകും ഇവള് തങ്കമാണോ ഓടാണോ പിച്ചളയാണോ എന്നൊക്കെ. അല്ലാതെ ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, രേവതി തങ്കം തന്നെയാ, അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മുടെ സുധി പറഞ്ഞു, അല്ല ശ്രീകാന്തിന്റെ കല്യാണക്കാര്യം നമുക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? ശരിയാ. അല്ല അച്ഛാ, അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് നമ്മുടെ സച്ചിയും ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞ, എങ്കിൽ പിന്നെ നിന്റെ ഭാര്യ ചെയ്ത കാര്യം കൂടെ പറയേണ്ടി വരുമല്ലോ. നിന്റെ ഭാര്യയാണ് ഇതിന്റെ എല്ലാം മൂല കാരണമെന്ന്. ഇതാ നിന്റെ അച്ഛൻ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, എല്ലാം പറയണം, അല്ലാതെ ഒന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുമ്പോ എല്ലാം പറയണം. അത് എന്റെ ഭാര്യ ചെയ്തതാണെങ്കിലും ശ്രീകാന്ത് ചെയ്തതാണെങ്കിലും. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടില് എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുകയാണെന്ന് അമ്മ വിചാരിക്കുന്നത്. അത് അമ്മയുടെ സന്തോഷം. ശ്രീകാന്ത് ഇങ്ങനെ ഒരു ചതി ചെയ്ത കാര്യം പെട്ടെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അമ്മയ്ക്ക് അത് വലിയ വിഷമാവും. പ്രായമായ സ്ത്രീ അറിയാലോ. അതുകൊണ്ട് നമുക്കത് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതെനിക്ക് അറിയാം എങ്ങനെ പറയണം പറയണ്ടെന്നൊക്കെ. ഇപ്പം അത് പറയണ്ട, ആരും ഇനിയിപ്പം ഈ വിഷയം ഇവിടെ സംസാരിക്കണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ രവീന്ദ്രൻ. ചന്ദ്രേ, പിന്നെ ഇവരുടെ ആദ്യത്തെ ദീപാവലി അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ തരാം. നീ ഒരു കാര്യം ചെയ്യ, ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതൊന്നും വേണ്ട അങ്കിളിന് സുഖമല്ലാത്തതല്ലേ, അപ്പം വെറുതെ എന്തിനാ ക്യാഷൊക്കെ ചെലവാക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? കേട്ടല്ലോ, ശ്രുതി പറഞ്ഞത് കേട്ടല്ലോ. നമ്മുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ദീപാവലിക്ക് ഡ്രസ് ഒന്നും മേടിക്കേണ്ടെന്നാ ഇവള് പറയുന്നത്. കണ്ടില്ലേ, എന്റെ മരുമകൾ ഇതാ, അവക്കെ നല്ല സ്വഭാവം തന്നെയാ. പക്ഷെ നിങ്ങൾ കണ്ടെത്തിയ മരുമകള് എവിടെ നിന്നൊക്കെ ചെലവാക്കാം, എവിടെ നിന്നൊക്കെ പൈസ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ നടക്കുന്നത്. അതുമല്ല, തലയിൽ മുണ്ടിട്ടോണ്ട് നടക്കേണ്ട അവസ്ഥയല്ലേ അവള് നമുക്ക് ഉണ്ടാക്കി വെച്ചത്. അതുപോലെയല്ലേ അവള് ചെയ്തത്. ഇതാണ് പറയുന്നത് കുടുംബത്തിന്ന് പെണ്ണെടുക്കണമെന്ന്. ചന്ദ്ര, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി ചുമ്മാ ഈ കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കണ്ട ആരെയും. നീ കഴിഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്ക്. എന്തിനാ അത് മനസ്സിൽ കൊണ്ടിട്ടാണ് നടക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം. അതുപോലെ നിങ്ങളും പല കാര്യങ്ങളും മറക്കേണ്ടി വരും. നിങ്ങൾ മറക്കുവോ എന്നിങ്ങനെ ചോദിച്ചു. പറഞ്ഞു, ചന്ദ്രേ, ഒന്ന് മിണ്ടാതിരിക്കെ, എന്റെ തലയ്ക്ക് സ്വസ്ഥത. അത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ രവിയേട്ടാ, ശ്രീകാന്തിന് ചെറിയൊരു തെറ്റുപറ്റി. ഇനിയിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവള് പുറകിൽ നിന്ന് കുത്തിവിട്ടതല്ലേ ശ്രീകാന്തിനെ. അപ്പം ഇവക്ക് കുറ്റമില്ല, ശ്രീകാന്തിന് കുറ്റമുണ്ട്. അതെങ്ങനെ ശരിയാകും? ഇവളോട് ക്ഷമിക്കാമെങ്കിൽ പിന്നെ ശ്രീകാന്തിനോട് ക്ഷമിക്കത്തില്ലേ? ശ്രീകാന്തിനെ നമുക്ക് വീട്ടിലേക്ക് വിളിച്ചൂടെ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും സച്ചിയും ഞെട്ടിപ്പോയി, രവീന്ദ്രനും ഞെട്ടിപ്പോയി. സച്ചിക്ക് കലി അങ്ങോട്ട് വന്നില്ലേ, ആടി മുടി മുതൽ ഇങ്ങനെ പെരുത്ത് കയറി കേട്ടോ. സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ചന്ദ്രയ്ക്ക് സുഖമാണ് കേട്ടോ. ഏതായാലും ചന്ദ്രയ്ക്ക് എന്താ സുഖം എന്ന് നമുക്ക് നാളെ അറിയാം അല്ലെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളത്തെ വിശേഷവുമായിട്ട് കാണാം. സോറി ഇത് കഴിയുമ്പോൾ നയനയുടെയും ആദർശന്റെയും വിശേഷം ഉണ്ട്, അതുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.